ഹായ് ഡിയേഴ്സ്, നമുക്ക് ബ്രെഡ് മസാല ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കണം. ഞാനത് ആദ്യം ഭയങ്കര സ്റ്റൈലൊക്കെ ഇട്ടിട്ട് പിന്നെ എല്ലാം കൂടെ കുഴഞ്ഞിടുമായിരുന്നു. ശരിക്കും ഇങ്ങനെ ഓവർ സ്റ്റഫ്ഡ് ആവണ്ട, കുറച്ച് പീസസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകാനും പാടില്ല. ഇത് നമുക്ക് കഴിക്കുമ്പോൾ ആ ബ്രെഡിൻ്റെ ഇതായിട്ട് തന്നെ കിട്ടണം, ബ്രെഡായിട്ട് തന്നെ കിട്ടണം. സോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, അതായത് കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ വീഡിയോ എടുക്കുന്നുണ്ടോ അത് ഓണാണോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഇൻഫ്രാറെഡ് കുക്കറായിരുന്നേ. അപ്പോൾ നമ്മൾ വേറൊരു പാനിലേക്ക് വേറൊരു സ്റ്റൗവിലേക്ക് മാറ്റുകയാണ്. അമ്മ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് നടന്നത്, അല്ലെങ്കിൽ ഞാൻ അറിയത്തേയില്ല കറണ്ട് പോയത്. അപ്പോൾ വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ചോപ്പ് ചെയ്ത് 2 മീഡിയം സൈസ് സവാള മതി. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് തക്കാളി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ഒരു നീരൊക്കെ കളഞ്ഞിട്ട് വേണം ഇടാൻ. ആ നീര് നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ക്യാപ്സിക്കമാണ് ഇട്ടേക്കുന്നത്. നിങ്ങളുടെയിലുള്ള ഏത് വെജിറ്റബിൾ വേണേലും ഇടാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം ഉണ്ടല്ലോ, നമ്മൾ ക്യാപ്സിക്കവും സവാളയും തക്കാളിയാണല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാല ഐറ്റംസ്, പൊടി ഐറ്റംസാണ് ഇടേണ്ടത്. ഞാനപ്പോൾ അത് എടുക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്, അത് അവിടെ വെച്ചിട്ട് പോയേക്കുന്നത്. അപ്പോൾ ഞാൻ പുറകിൽ നല്ല ഓട്ടത്തിലാണ് ഓരോന്ന് എടുക്കാൻ. ആദ്യം നമ്മളിടുന്ന മഞ്ഞൾപ്പൊടിയാണ്. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത, ഞാൻ ആ സ്പൂൺ എന്തിനാണ് കൈ പിടിച്ചേക്കുന്നത്. എന്തായാലും ഇഷ്ടത്തിനാണ് ഇടുന്നത്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കറക്റ്റ് അളവ് പറയാൻ അറിയത്തില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ഇട്ടേക്കുന്നത്. പിന്നെ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഗരം മസാല കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇടാമെങ്കിൽ ഇടാം. അപ്പോൾ അത് എല്ലാം കൂടെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തക്കാളിയുടെ നീരുണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇത് ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബ്രെഡ് മസാലയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും എനിക്ക് മുളക് പൊടി കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാനത് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അളവിനനുസരിച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴാണ് ഞാനിതിലേക്ക് ഗരം മസാല ഇടുന്നത്. അതൊരു 1/2 ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ അളവിനനുസരിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചേക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് ടൊമാറ്റോ സോസ്. അതെടുക്കാൻ ഞാൻ പോയേക്കുവാണ്, വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാം. അത് ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ ഒഴിച്ച് കഴിയുമ്പം വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, കാരണം ഞാനിവിടെ ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയേക്കുവാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഉപ്പ് കുറവായിരിക്കുമെന്ന്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആദ്യമേ നമ്മൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിൻ്റെ വരവ്. എന്താ, ബ്രെഡ് നല്ല ഷേപ്പിലൊക്കെ മുറിക്കാൻ അറിയാമെങ്കിൽ ഇത് കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗിയൊക്കെ വരും. പക്ഷേ എന്തായാലും ബ്രെഡ് ആയതുകൊണ്ട് നമ്മളത് ഫ്രൈ ചെയ്തുകൊണ്ട് എടുക്കുന്നതുകൊണ്ട് എന്തായാലും കുറച്ചൊക്കെ പൊടിയും. പക്ഷേ സാരമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ അത് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എൻ്റേത് എന്തായാലും ഓൾറെഡി ആദ്യം തന്നെ കുറച്ച് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു പനീറൊക്കെ പോലെ ഉണ്ടല്ലേ കാണാൻ. സാരമില്ല, ലാസ്റ്റ് നമുക്കിത് കടിക്കാൻ കിട്ടണം, അതാണ് അതിൻ്റെ ഒരു എസൻസ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സിനിമാറ്റിക് സ്റ്റൈൽ വീഴുന്നതാണ് നമ്മുടെ ടൊമാറ്റോ സോസ്. ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു 1 ടേബിൾ സ്പൂണൊക്കെ ഉള്ളായിരുന്നു. ഇതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇത് നമുക്ക് സ്നാക്കായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ബൈ.